അടുത്ത ടോപ്പിക്കാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ആണ്. ഇവിടെ മൾട്ടിപ്ലൈ അല്ല ചെയ്യുന്നത്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പറഞ്ഞാൽ രണ്ട് സെറ്റുകളെ തമ്മിൽ ചെയ്യുന്ന സാധനമാണ് കേട്ടോ. അതിനെയാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയും. നമ്മൾ ലെറ്റ് എ ആൻഡ് ബി ആർ എനി ടു നോൺ എംപ്റ്റി സെറ്റ്സ്. അപ്പോൾ എയും ബിയും രണ്ട് നോൺ എംപ്റ്റി സെറ്റാണെന്ന് വിചാരിക്കുക. ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി ഈസ് ഡിനോട്ടഡ് ബൈ എ ഇൻറ്റു സിമ്പൽ ടു ബി. വായിക്കുന്നത് എ ക്രോസ് ബി. റീഡ് ആസ് എ ക്രോസ് ബി. ഇതാണ് എ ക്രോസ് ബി. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു എ, ബി ബിലോങ്സ് ടു ബി. ഫസ്റ്റ് എലമെൻറ്റ് എയിലും സെക്കൻഡ് എലമെൻറ്റ് ബിയിലും വരുന്ന എല്ലാ ഓർഡേർഡ് പെയറുകളുടെയും കളക്ഷനാണ് എ ക്രോസ് ബി. അപ്പോൾ എ ക്രോസ് ബിയുടെ ഡെഫിനേഷൻ മനസ്സിലാക്കുക. എയിൽ ഒരു എലമെൻ്റ് എടുക്കുക, ബിയിൽ ഒരു എലമെൻ്റ് എടുക്കുക, അതിനെ ഓർഡേർഡ് പെയറായിട്ട് എഴുതുക. അങ്ങനെ എത്ര എണ്ണം എഴുതാൻ പറ്റുമോ അതെല്ലാം എഴുതണം. അതാണ് എ ക്രോസ് ബി. എ ക്രോസ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു എ, ബി ബിലോങ്സ് ടു ബി. നോട്ട്: ഇഫ് എയ്തർ എ ഓർ ബി ഈസ് എംപ്റ്റി ദെൻ എ ക്രോസ് ബി ഈസ് എംപ്റ്റി. ഏതെങ്കിലും ഒരു സെറ്റ് നൾ സെറ്റ് ആണെങ്കിൽ അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് നൾ സെറ്റ് ആയിരിക്കും. നമുക്ക് പഠിച്ചു വയ്ക്കേണ്ട പ്രോപ്പർട്ടിയാണ് കേട്ടോ. എങ്ങനെയാണ് എ ക്രോസ് ബി കണ്ടുപിടിക്കുക ശ്രദ്ധിച്ചോ. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈക്വൽ ടു സെറ്റ് എ കോമ ബി. ഫൈൻഡ് എ ക്രോസ് ബി ആൻഡ് ബി ക്രോസ് എ. എ ക്രോസ് ബിയുടെ അർത്ഥം പറഞ്ഞു. എയിൽ ഒരു എലമെൻ്റ് എടുക്കുക, ബിയിൽ ഒരു എലമെൻ്റ് എടുക്കുക, പെയറാക്കി എഴുതുക. അങ്ങനെ എല്ലാം എഴുതണം. 1, A, ordered pair 1A, ordered pair 1B, ordered pair 2A, ordered pair 2B, ordered pair 3A, ordered pair 3B. മനസ്സിലായില്ലേ? ഈ ബി ക്രോസ് എ പറഞ്ഞാലോ തിരിച്ച് ബിയിലത്തെ എലമെൻ്റ് ആദ്യം എടുക്കണം, എയിലത്തെ എലമെൻ്റ് രണ്ടാമത്. ഓർഡേർഡ് പെയർ A1, ഓർഡേർഡ് പെയർ A2, ഓർഡേർഡ് പെയർ A3, ഓർഡേർഡ് പെയർ B1, ഓർഡേർഡ് പെയർ B2, ഓർഡേർഡ് പെയർ B3. രണ്ടും എഴുതി. ഇത് 1A ആണ്, ഇത് A1 ആണ്. ഒരിക്കലും ഈക്വൽ ആവില്ല. അപ്പോൾ എപ്പോഴും എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ ആയിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് XY, ബി ഈക്വൽ ടു സെറ്റ് -1 1 0. ഫൈൻഡ് എ ക്രോസ് ബി. റൂള് മനസ്സിലായല്ലോ. ഫസ്റ്റ് എലമെൻ്റ് എയിൽ നിന്ന് എടുക്കുക, സെക്കൻഡ് എലമെൻ്റ് ബിയിൽ നിന്ന് എടുക്കുക, അങ്ങനെ എല്ലാ ഓർഡേർഡ് പെയറും എഴുതുക. അപ്പോൾ ഓർഡേർഡ് പെയർ X, -1, ഓർഡേർഡ് പെയർ X, 1, ഓർഡേർഡ് പെയർ X, 0, ഓർഡേർഡ് പെയർ Y, -1, ഓർഡേർഡ് പെയർ Y, 1, ഓർഡേർഡ് പെയർ Y, 0. ഇവിടെ എയിൽ 2 എലമെൻ്റ് ഉണ്ട്, ബിയിൽ 3 എലമെൻ്റ് ഉണ്ട്. എ ക്രോസ് ബിയിൽ എത്ര എലമെൻ്റ് ഉണ്ട്? 1 2 3 4 5 6. ഒരു ഓർഡേർഡ് പെയറാണ് ഒരു എലമെൻറ്റ്. അപ്പോൾ എയിൽ 2ഉം ബിയിൽ 3 എലമെൻ്റ് ഉണ്ടെങ്കിൽ എ ക്രോസ് ബിയിൽ 6 എലമെൻ്റ് ഉണ്ടായിരിക്കും. പഠിച്ചു വയ്ക്കുക. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ക്രോസ് ബി എന്ന് പറയുന്നത് എയിലത്തെ എലമെൻറ്റ് ഇൻറ്റു ബിയിലത്തെ എലമെൻറ്റ്. ഡെഫിനിഷൻ എഴുതി തരാം കേട്ടോ ഞാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 2 5, ഫൈൻഡ് എ ക്രോസ് എ. എയും എയും തമ്മിൽ ക്രോസ് പ്രോഡക്റ്റ് എടുക്കണം. അപ്പോൾ എ തന്നെ 2 പ്രാവശ്യം എഴുതി. സെറ്റ് 2 5, ക്രോസ് സെറ്റ് 2 5. അപ്പോൾ 2 ഓർഡേർഡ് പെയർ 2 2 2 5, ഓർഡേർഡ് പെയർ 5 2 5 5. 4 എലമെൻറ്റ് വന്നു. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് എ ബി, ഫൈൻഡ് എ ക്രോസ് എ ക്രോസ് എ. അപ്പോൾ എ ക്രോസ് എ ക്രോസ് എ എനെ 3 പ്രാവശ്യം ചെയ്യണം. 2 പ്രാവശ്യം ചെയ്താൽ പെയറായിട്ടാണ് വരുന്നത്. അപ്പോൾ 3 പ്രാവശ്യം ചെയ്താൽ ട്രിപ്പിൾ എന്ന് പറയും. ഓർഡേർഡ് ട്രിപ്പിൾ. അതിനെ പറയുന്ന പേരാണ് ഓർഡേർഡ് ട്രിപ്പിൾ. അപ്പോൾ ആദ്യം എ ക്രോസ് എ എഴുതുക. എ ബി ക്രോസ് എ ബി, എ എ ബി, ബി എ ബി ബി. ഇനി അതിൻ്റെ കൂടെ എനെ ഒരിക്കൽ കൂടി ചെയ്യണം. അപ്പോൾ എ ക്രോസ് എ ഈക്വൽ ടു ആദ്യം എ ക്രോസ് എ എഴുതി. എ ബി, ബി എ ബി ബി, ക്രോസ് എ ബി. അപ്പോൾ എഴുതുമ്പോൾ എയുടെ കൂടെ ഒരു എ വരും. അതാണ് ഓർഡേർഡ് ട്രിപ്പിൾ. എ ബി, എ ബി, എ ബി എ, എ ബി എ, എ ബി ബി, എ ബി ബി, ബി എ, ബി എ, ബി എ ബി, ബി എ ബി, ബി ബി എ, ബി ബി എ, ബി ബി ബി, ബി ബി ബി. ഓർഡേർഡ് ട്രിപ്പിൾ. നോട്ട് ശ്രദ്ധിച്ചോ. ഇഫ് A has m elements, അതാണ് n of a equal to m. B has n elements, n of b equal to n. Then n of a cross b equal to m into n. എയിൽ m എലമെൻറ്റും ബിയിൽ n എലമെൻറ്റും ഉണ്ടെങ്കിൽ a cross ബിയിൽ mn എലമെൻറ്റ് ഉണ്ടാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് -1 2 5.
n of b equal to 3. Then how many elements does A cross B have? ഇവിടെ എയിൽ എത്ര എലമെൻ്റ് ഉണ്ട്? 1, 2, 3. ബിയിൽ എത്ര ഉണ്ട് പറഞ്ഞിട്ടുണ്ട്? 3. അപ്പോൾ എ ക്രോസ് ബിയിൽ എത്ര എലമെൻ്റ് ഉണ്ടാവും? 3 × 3 9. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് പി ഈക്വൽ ടു സെറ്റ് എക്സ് കോമ വൈ, ക്യൂ ഈക്വൽ ടു സെറ്റ് വൈ കോമ എക്സ്. Given P cross Q equal to set ordered pair xy, ordered pair yx. Is this true? If not, then write correctly. ഇപ്പോൾ പിയും ക്യൂവും തന്നിട്ടുണ്ട്. പി ക്രോസ് ക്യൂവിൽ എഴുതിയിട്ടുണ്ട്. ഇത് ശരിയാണെന്നാണ് ക്വസ്റ്റ്യൻ. പിയിൽ 2 എലമെൻ്റ് ഉണ്ട്, ക്യൂവിൽ 2 എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും പി ക്രോസ് ക്യൂവിൽ എത്ര എലമെൻറ്റ് വരണം? 4 എണ്ണം വരണം. പക്ഷെ ഇവിടെ എത്രയേ വന്നിട്ടുള്ളൂ? 2 എണ്ണം. സോ ഇറ്റ് ഈസ് നോട്ട് ട്രൂ. ശരിയാക്കി എഴുതുകയാണെങ്കിൽ എന്ത് വരും? എക്സ് വൈ എക്സ് എക്സ് വരും, വൈ 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 എക്സ്. അപ്പോൾ എക്സ് വൈ എക്സ് എക്സ് വൈ 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 എക്സ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. എ ക്രോസ് ബി തന്നിട്ടുണ്ട്. ഓർഡേഡ് പെയർ M1, ഓർഡേഡ് പെയർ M,2, ഓർഡേഡ് പെയർ M,3, ഓർഡേഡ് പെയർ N,1, ഓർഡേഡ് പെയർ N,2, ഓർഡേഡ് പെയർ N,3. ഫൈൻഡ് എ ആൻഡ് ബി. എയും ബിയും കാണണം. എയും ബിയിൽ നിന്ന് ക്രോസ് പ്രോഡക്റ്റ് എഴുതുമ്പോൾ പറഞ്ഞു ഫസ്റ്റ് എലമെൻറ്റ് എയിൽ നിന്ന്, സെക്കൻഡ് എലമെൻറ്റ് ബിയിൽ നിന്ന്. അപ്പോൾ എ ക്രോസ് ബി തന്നിട്ടുണ്ടെങ്കിൽ ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റ് എവിടെയായിരിക്കും? എയിലായിരിക്കും. സെക്കൻഡ് എലമെൻറ്റ് എവിടെയായിരിക്കും? ബിയിലായിരിക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് ആരാണ്? എം. 3 പ്രാവശ്യം വരുന്നുണ്ട്, 1 പ്രാവശ്യം എഴുതിയാൽ മതി. സെക്കൻഡ് എലമെൻറ്റ് ആരാണ്? എൻ. അപ്പോൾ എയിൽ വരുന്നത് എമ്മും എന്നും, ബിയിൽ വരുന്നത് 1, 2, 3. ഒക്കെ എളുപ്പമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഓർഡേഡ് പെയർ A, -1, B, 1 ആൻഡ് ഓർഡേഡ് പെയർ A, 0 ആർ 3 elements ഓഫ് A ക്രോസ് ബി. A ക്രോസ് ബിയിൽ 3 എലമെൻ്റാണ് A, -1, B1, A0. എയും ബിയും കണ്ടുപിടിക്കണം, A ക്രോസ് ബി എഴുതണം. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് എയിലായിരിക്കും, A, B, അതാണ് എ. സെക്കൻഡ് എലമെൻറ്റ് ബിയിലായിരിക്കണം, -1, 1, 0. അപ്പോൾ എയിൽ 2ഉം ബിയിൽ 3ഉം ഉള്ളത് കാരണം എ ക്രോസ് ബിയിൽ 6 എണ്ണം വരണം. നമുക്ക് 3 എണ്ണേ തന്നിട്ടുള്ളൂ, ബാക്കി 3ഉം കൂടെ എഴുതണം. അപ്പോൾ A, -1, A, 1, A, 0, B, -1, B, 1, B, 0. ഹോംവർക്ക് ശ്രദ്ധിക്കുക. എക്സസൈസ് 2.1 ഇതിലത്തെ എല്ലാ പ്രോബ്ലം ചെയ്യുക, കിട്ടാത്തത് ചോദിക്കുക. ക്രോസ് പ്രോഡക്റ്റും ഓർഡേഡ് പെയറും മനസ്സിലായില്ലെങ്കിൽ പറയുക. മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇല്ലെങ്കിൽ എല്ലാവർക്കും ചോദിക്കാം കേട്ടോ. ആർക്ക് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ചോദിച്ചാൽ എല്ലാത്തിനും ഞാൻ മറുപടി പറയുന്നതാണ്. നന്നായി പഠിക്കുക കേട്ടോ.